തളിപ്പറമ്പ് നഗരത്തിന്റെ സമഗ്ര വികസനത്തിന് പുത്തൻ ഉണർവേകുന്ന ബജറ്റ് നഗരസഭ അവതരിപ്പിച്ചു. പശ്ചാത്തല സൗകര്യ വികസനത്തിനും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾക്കും ഊന്നൽ നൽകിക്കൊണ്ട് വൈവിധ്യമാർന്ന പദ്ധതികളോടെയുള്ള ബജറ്റാണ് വൈസ് ചെയർപേഴ്സൺ ദീപ സന്തോഷ് അവതരിപ്പിച്ചത്. ബസ് സ്റ്റാൻഡ് നവീകരണം മുതൽ ഇന്റർനാഷണൽ പ്രീ സ്കൂൾ വരെ നീളുന്ന വിപുലമായ പദ്ധതികളാണ് ഇത്തവണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ പ്രധാന നഗരങ്ങളിലൊന്നായ തളിപ്പറമ്പിന്റെ മുഖച്ഛായ മാറ്റാൻ ലക്ഷ്യമിട്ടാണ് 2026-27 വർഷത്തെ ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. നഗരത്തിന്റെ ഏറ്റവും വലിയ ആവശ്യമായ ഗതാഗത സൗകര്യങ്ങൾ പരിഷ്കരിക്കാൻ ബജറ്റിൽ വൻതുക നീക്കിവെച്ചു. നിലവിലെ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് നവീകരിക്കാൻ 2 കോടി രൂപയും കാക്കത്തോട് ബസ് സ്റ്റാൻഡിൽ പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കാൻ 3 കോടി രൂപയുമാണ് വകയിരുത്തിയത്. ഇതുകൂടാതെ നഗരത്തിന്റെ ദീർഘകാല വികസനം ലക്ഷ്യമിട്ട് ഒരു പുതിയ ബസ് സ്റ്റാൻഡിനായുള്ള സാധ്യതാ പഠനവും ബജറ്റ് പ്രഖ്യാപിക്കുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവകരമായ മാറ്റമാണ് മികവ് മിഷൻ എന്ന പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിനായി 5 കോടി രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത്. അന്താരാഷ്ട്ര നിലവാരമുള്ള പ്രീ സ്കൂളുകൾ, പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്കായി സീറോ ബിലോ പദ്ധതി, ഉന്നത വിദ്യാഭ്യാസത്തിന് വിദേശത്തേക്ക് പോകുന്നവർക്കായി ഹെൽപ്പ് ഡെസ്ക് എന്നിവ ഇതിന്റെ ഭാഗമായി വരും. ആരോഗ്യമേഖലയിൽ തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയെ ഒരു ഹെൽത്ത് ഹബ്ബാക്കി മാറ്റാൻ 5 കോടി രൂപ അനുവദിച്ചു. ഡയാലിസിസ് രോഗികൾക്ക് ആശ്വാസമായി 30 ലക്ഷം രൂപയുടെ പ്രത്യേക സഹായവും ഭിന്നശേഷിക്കാർക്കായി 1 കോടി രൂപ ചെലവിൽ മൾട്ടി ഡിസിപ്ലിനറി ട്രീറ്റ്മെന്റ് സെന്ററും സജ്ജമാക്കും. വയോജനങ്ങൾക്കായി സ്നേഹയിടം എന്ന പേരിൽ 1 കോടി രൂപയുടെ സംഗമ കേന്ദ്രവും ബജറ്റിലുണ്ട്. മാലിന്യമുക്ത നഗരം എന്ന ലക്ഷ്യത്തോടെ പാലയാട് മാലിന്യ സംസ്കരണ പ്ലാന്റ് 3 കോടി രൂപ ചെലവിൽ നവീകരിക്കും. തെരുവുനായ ശല്യം പരിഹരിക്കാൻ ആനിമൽ ആംബുലൻസ് പദ്ധതിയും 3 കോടി രൂപ വകയിരുത്തി നടപ്പിലാക്കും. നഗരം പൂർണ്ണമായും സോളാർ ലൈറ്റുകൾ കൊണ്ട് പ്രകാശിപ്പിക്കാൻ 1 കോടി രൂപയും ബജറ്റ് അനുവദിച്ചു. കായിക പ്രേമികൾക്കായി ഗാന്ധിനഗറിൽ 1 കോടി രൂപയുടെ സ്പോർട്സ് ഹബ്ബും കലാകാരന്മാർക്കായി 1 കോടി രൂപയുടെ ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ പവലിയനും ബജറ്റിലെ ശ്രദ്ധേയമായ പ്രഖ്യാപനങ്ങളാണ്. മുൻ മുഖ്യമന്ത്രി CH മുഹമ്മദ് കോയയുടെ സ്മരണയ്ക്കായി നഗരസഭാ കോമ്പൗണ്ടിൽ നിർമ്മിക്കുന്ന CH കോംപ്ലക്സിന് 10 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. 65 കോടി 28,99,566 രൂപ വരവും 40 കോടി 61,97,000 രൂപ ചെലവും 24 കോടി 67,02,556 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. നഗരവാസികളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനൊപ്പം വികസനത്തിന്റെ പുതിയ പാതയിലേക്ക് തളിപ്പറമ്പിനെ നയിക്കാനുള്ള ബജറ്റ് നിർദ്ദേശങ്ങളെ സ്വാഗതം ചെയ്ത് ഭരണകക്ഷി അംഗങ്ങളായ K മുഹമ്മദ് ബഷീർ, P റജില, PC നസീർ, ഫൈസൽ ചെറുകുന്നോൻ, രൂപേഷ് കുട്ടുവൻ എന്നിവർ സംസാരിച്ചു. സർവതല സ്പർശിയും അടിസ്ഥാന സൗകര്യ വികസനവും ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതുമായ നിരവധി പദ്ധതികൾ ബജറ്റിലുണ്ടെന്നും അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. എന്നാൽ പ്രതിപക്ഷ നേതാവ് T ബാലകൃഷ്ണൻ പൊതു താൽപര്യത്തോടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളുടെ പ്രഖ്യാപനത്തെ അനുകൂലിച്ചതോടൊപ്പം പലതും പഴയ പ്രഖ്യാപനങ്ങളുടെ ആവർത്തനമാണെന്ന് ആരോപിച്ചു. നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന CH കോംപ്ലക്സിന്റെ DPR പോലും കഴിഞ്ഞ 10 വർഷം കൊണ്ട് തയ്യാറാക്കാൻ സാധിച്ചില്ലെന്ന് കുറ്റപ്പെടുത്തി. ഫ്ളാറ്റ് നിർമ്മിക്കാൻ കഴിഞ്ഞ ഭരണസമിതി ശ്രമം നടത്തിയെങ്കിലും സാധിച്ചില്ല. ഇത്തവണ പ്രഖ്യാപനം പോലുമില്ല. വാർഡ് ഫണ്ട് എന്ന പേരിൽ കൗൺസിലർമാർക്ക് ഫണ്ട് അനുവദിക്കാറുണ്ട്. എന്നാൽ ഇത്തവണ ബജറ്റിൽ അതുമായി ബന്ധപ്പെട്ട പരാമർശമൊന്നും ഉണ്ടായില്ല. പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത് പോലെ അവ നടപ്പിലാക്കുന്നതിലും ശ്രദ്ധ കാണിക്കണമെന്നും T ബാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. ഈ ടൗൺ ഹാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് 10 കോടി രൂപ നീക്കിവെക്കുമ്പോൾ ആ നീക്കിവെക്കുന്ന പ്രഖ്യാപനം വന്നതിനപ്പുറത്ത് പ്രായോഗികമായിട്ട് അതിന്റെ DPR ഉൾപ്പെടെ വേഗത കൂട്ടി നടപ്പാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടിയാണ് യഥാർത്ഥത്തിൽ സ്വീകരിക്കേണ്ടത്, പ്രഖ്യാപനമല്ല. ഇതിനു മുമ്പും ആ ടൗൺ ഹാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെല്ലാം വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പുള്ള ഭരണസമിതിക്കകത്ത് തന്നെ യോജിച്ച നിലപാട് അക്കാര്യത്തിൽ ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് ഈ പ്രഖ്യാപനം നടത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് നടക്കുമോ എന്നുള്ള ആശങ്കയാണ്. പ്രതിപക്ഷ കൗൺസിലർമാരായ രാഘവൻ, K ലത, AP സജീറ എന്നിവരും ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. BJP കൗൺസിലർമാരായ PV സുരേഷ് കുമാർ, അശോകൻ അഞ്ചാമര എന്നിവരും സംസാരിച്ചു. ചെയർപേഴ്സൺ PK സുബൈർ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ.